മഹാനായ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നമ്മൾ പലപ്പോഴും കേട്ടതാ, ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ. ഒരു കറാഹത്ത് പോലും സുന്നത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല. ഈയിടെ ഞാൻ കുറച്ചു മുമ്പ് ഞാൻ കേട്ടു, ഒരാൾ എന്നോട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് അയാള് കണ്ണത്തുസാനെ സന്ദർശിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നതാണ്. അയാളുടെ കയ്യിൽ ചായപ്പൊടിയുണ്ട്, ചായ കാച്ചാനുള്ള ചായപ്പൊടിയും പഞ്ചസാരയുണ്ട്. ഇയാൾ നേരെ ചെന്ന് ഉസ്താന്റെ കൈ കൊടുത്തു. അപ്പൊ ചോദിച്ചു, ഇതെന്താ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ചായപ്പൊടിയും പഞ്ചസാരയാണ്. എന്തിനാന്ന് വെച്ചു. നിങ്ങൾക്ക് ചായ കാച്ചാനാണ്. എനിക്ക് ചായ കാച്ചാൻ ഇത്ര തോന്നെ പഞ്ചസാരയും ചായപ്പൊടിയും വെച്ചു. അപ്പൊ പറഞ്ഞു, അല്ല, ഇവിടെ ബെർണോൽക്കൊക്കെ ചായ കാച്ചു കൊടുക്കാനാണ്. നിങ്ങൾക്കറിയോ? ഉടനെ ആ മഹാൻ വീട്ടിന്റെ അകത്തുള്ള ഭാര്യയെ വിളിച്ചു. ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഈ പഞ്ചസാരയും ചായപ്പൊടിയും വേറെ വെച്ച്, ഇത് എനിക്കും ഈ വീട്ടിലുള്ളവർക്കും ഹറാമാ. ഇവിടെ എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് ചായ കാച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് അവർക്ക് മാത്രമേ ഹലാലാവൂ, നമുക്ക് ഹറാമാണ്. മഹാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് എതിരായി ഒന്നും ചെയ്യാറില്ലാത്ത മഹാൻ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് അക്കാദമിയിൽ പഠിക്കുന്ന സമയം 2ാം ക്ലാസ്സിലാണ് ഞാനെന്ന്. ദാൽഹുദായുടെ 2ാം ക്ലാസ്സിൽ കണ്ണിത്തുത്താത് ദാൽഹുദായിൽ വന്നു. എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും കഴിയില്ല, താങ്ങിയെടുത്ത് കൊണ്ടുപോകണം. മഹാനായ കണ്ണിത്തുത്താത് വന്നപ്പോ ഞങ്ങൾ കുട്ടികളും ഉസ്താദുമാരും എല്ലാവരും വണ്ടിക്ക് ചുറ്റും കൂടി. ഉസ്താദിനോടൊന്ന് ദുആ ചെയ്യിപ്പിക്കാൻ, ബറക്കത്തെടുക്കാൻ ആ മഹാന്റെ ചുറ്റും കൂടി. ഞങ്ങൾ നിൽക്കുന്ന സമയം പെട്ടെന്ന് വെള്ളം ചോദിച്ചു കുടിക്കാൻ. വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ മഹാന വെള്ളമെടുത്ത് കുടിച്ചു. പകുതിയെ കുടിച്ചുള്ളൂ, പകുതി ഗ്ലാസിൽ ബാക്കിയുണ്ട്. ആ മഹാന ഗ്ലാസ് നേരെ കാറിന് വെളിയിലേക്ക് കാണിച്ചപ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ നഹ്വുൽ വാലിഹ് 2ാം ക്ലാസ്സിൽ നഹ്വുൽ വാലിഹ് പഠിപ്പിച്ച വളവന്നൂരിലുള്ള അബ്ദുറഹ്മാൻ ഉസ്താദ് എന്ന വണ്ടിയുടെ അടുത്തുണ്ട്. ആ ഉസ്താദ് ആ ഗ്ലാസ് കൈകൊണ്ട് വാങ്ങിയപ്പോ തന്നെ പറയാണ്, ഗ്രൗണ്ടിലാണ്, നടുവിലാണ്. ഗ്രൗണ്ടിന്റെ നടുവിൽ ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. നമ്മളങ്ങനെയല്ല പറയാ, മുറ്റത്തിന് വീതി കുറവാ, അതുകൊണ്ട് ബൊഫയില്ലാതെ വഴിയില്ല, അവിടെ അതിന്റെ സൗകര്യമില്ല. ആ വണ്ടിയുടെ അകത്ത് നിന്ന് ഗ്ലാസ് വെളിയിലേക്ക് കാണിച്ചപ്പോ വാങ്ങി ഉസ്താദിനോട് പറയാണ്, ഇരുന്ന് കുടിച്ചോളൂ. താനൊരു കറാഹത്തു ചെയ്തില്ലെന്നല്ല, താനൊരു സുന്നത്തിന് വിരുദ്ധമായ പ്രവർത്തനം ചെയ്തിരുന്നില്ലെന്നല്ല, മറ്റൊരാൾ ചെയ്യുന്നത് പോലും ആ മഹാന് കാണാൻ ഇഷ്ടമായിരുന്നില്ല. നിങ്ങൾക്കറിയോ, മഹാൻ ഇത്തരത്തിലുള്ള ആളുകൾ, അള്ളാഹുവിന്റെ ഹബീബിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ചെയ്ത ഓഫർ എന്താ? അവർക്ക് എന്റെ കാവലുണ്ടാകും. അവരെന്നോട് വല്ല കാര്യം ചോദിച്ചാൽ ആ കാര്യം ഞാൻ സാധിപ്പിച്ചു കൊടുക്കും. അവരെന്നോട് വല്ല കാര്യത്തിൽ നിന്നും കാവൽ ചോദിച്ചാൽ ഞാൻ അവർക്ക് കാവൽ കൊടുക്കും. മുസ്ലിം ഉമ്മത്ത് എല്ലാ ദിവസവും, എല്ലാ വെള്ളിയാഴ്ച ദിവസവും പള്ളിയിൽ നിന്ന് ദ്വാരക്കില്ല. പഠിച്ചോനെ, ബൈത്തുൽ മുഖദ്ദസിനെ രക്ഷപ്പെടുത്തു റബ്ബേ, പലസ്തീനികൾക്ക് രക്ഷ കൊടുക്കല്ലോ, ഞങ്ങൾക്ക് രക്ഷതാ അല്ലാ. എന്തേ റബ്ബിനെ കേൾക്കാത്തത്? എന്തേ അല്ലാഹുവിന്റെ ഹബീബിനെ ഉമ്മത്ത് അനുസരിക്കാത്തത് കൊണ്ടാണ്, കേൾക്കാത്തത് കൊണ്ടാണ്. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞല്ലോ, സുന്നത്തിനെതിരായി ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല ഈ മഹാനെതിരെ കേസുണ്ടായിരുന്നു. കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് ആ മഹാനെ ആരോ പറഞ്ഞു, കേസുണ്ട്, നാളെയാണ് കേസ്, ഇന്ന ദിവസമാണ് കേസ് എന്ന് ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദിനോട് ഇന്ന ദിവസം കേസ് എന്ന് പറഞ്ഞപ്പോ പിന്നെ ആ മഹാൻ ഇങ്ങനെ ചോദിക്കുത്തരം എടുക്കിടക്ക്, പഠിച്ചോനെ, എന്നെ പോലീസ് പിടിക്കോ? എന്താ പോലീസ് പിടിക്കണേലെ പേടിയില്ല? ഒരു മഹാനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നതിനുള്ള അപമാന ഭാരം എന്നെ പോലീസ് പിടിക്കോ എന്നങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടോ ആ മഹാൻ അല്ലാഹു തിരിച്ചു വിളിച്ചപ്പോഴാ പോലീസിന് പിടിക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തില്ല. പോലീസ് പിടിക്കുന്നതിന് മുമ്പ് എന്നാണോ കോടതിയിലേക്ക് കേസ് വിളിച്ചത്, കണ്ണിത്തുത്താതെ ഹാജരാവേണ്ടത് എന്നാണോ, അന്നാണ് ഇൻതഖല ഇലാ റഹ്മത്തില്ലാഹ്, രാജാധിരാജനായ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് പടച്ചിറപ്പ മഹാനെ തിരിച്ചു വിളിച്ചത്. എന്നോട് അവർ വല്ല കാര്യത്തിലും കാവൽ ചോദിച്ചാൽ ഞാൻ അവർക്ക് കാവൽ കൊടുക്കും. അല്ലാഹു തന്റെ സംരക്ഷണത്തിലേക്ക് മഹാനെ തിരിച്ചു വിളിച്ചു.